പാലപ്പിള്ളിയിൽ ഭീതി പരത്തി വീണ്ടും കാട്ടാനക്കൂട്ടം. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മാനമംഗലം മയിൽ കുറ്റിമുക്കിൽ കിണറ്റിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. പള്ളത്തുകുഴി വീട്ടിൽ ആദവാണ് മരിച്ചത്. അപകടം മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്ത്. കടങ്ങോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കഴിഞ്ഞ 1 മാസത്തിനിടെ 200ഓളം വാഴത്തൈകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. ആദൂരിൽ കതിരിടാറായ നെൽച്ചെടികൾ കുത്തി നശിപ്പിച്ച് കാട്ടുപന്നികൾ. കുന്നംകുളം മത്സ്യമാർക്കറ്റിൽ നിന്നും പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭാ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടിയത്. ബാള പുത്തൻചിറയിൽ മരപ്പണിശാല കത്തി നശിച്ചു. കാരുമാത്ര നെടുങ്ങാണക്കുന്ന സ്വദേശി റിഷാദിന്റെ മരപ്പണിശാലയാണ് കത്തി നശിച്ചത്. 15 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളിയിൽ ഭീതി പരത്തി വീണ്ടും കാട്ടാനക്കൂട്ടം. പിള്ളത്തോട് പാലത്തിന് സമീപം റോഡ് മുറിച്ചു കടന്ന കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ആനകൾ റോഡ് മുറിച്ചു കടക്കുന്നത് കാണാൻ സ്വകാര്യ ബസ് നിർത്തിയിട്ടത് ആശങ്കയ്ക്കിടയാക്കി. ആനകൾ സ്ഥിരമായി റോഡ് മുറിച്ചു കടക്കുന്ന പുതുക്കാട് എസ്റ്റേറ്റിന്റെ ഗേറ്റിന് തടസ്സമായിട്ടാണ് ബസ് നിർത്തിയിട്ടത്. ബസ് കണ്ടതോടെ തോട്ടത്തിലേക്ക് കയറാതെ ആനകൾ അല്പനേരം റോഡിൽ നിലയുറപ്പിച്ചു. നാട്ടുകാർ ബഹളം വെച്ച ശേഷമാണ് ബസ് പോയത്. വഴിയാത്രക്കാർ ആനകൾക്ക് മുന്നിൽ പെടാതിരിക്കാൻ നാട്ടുകാർ റോഡിന്റെ ഇരുഭാഗത്തും വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നു. ഈ സമയത്ത് നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോയത്. പിള്ളത്തോട് പാലത്തിന് സമീപം റോഡ് മുറിച്ചു കിടക്കുന്ന ആനക്കൂട്ടത്തിന്റെ മുൻപിൽ നിന്ന് വാഹനയാത്രക്കാർ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. പകൽ സമയങ്ങളിൽ പലതവണയാണ് പ്രദേശത്ത് ആനകൾ റോഡിൽ ഇറങ്ങുന്നത്. ആനകൾ സ്ഥിരമായി ഇറങ്ങുന്ന ഭാഗത്ത് വഴിയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ വനപാലകർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാനമംഗലം മയിൽക്കുറ്റിമുക്കിൽ വീട്ടുകിണറ്റിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. പള്ളത്തുകുഴി വീട്ടിൽ അനീഷിന്റെ മകൻ ആദവാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. കുട്ടിയുടെ അച്ഛൻ അനീഷും ഭാര്യ അശ്വതിയും വെട്ടൂക്കാട് പോയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അനീഷിന്റെ അമ്മയും സഹോദരിയുമാണ് കുട്ടിയെ നോക്കിയിരുന്നത്. ഇവരുടെ ശ്രദ്ധ തെറ്റിയ സമയത്താണ് ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് കുട്ടി വീണത്. സഹോദരിയുടെയും അമ്മയുടെയും ബഹളം കെട്ടെത്തിയ നാട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടങ്ങോട് കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. വെള്ളറക്കാട് ആദൂർ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടുപന്നികൾ വ്യാപകമായി കൃഷിനാശം വരുത്തിയത്. ആദൂർ പാടശേഖരത്തിലെ കതിരിടാറായ നെൽച്ചെടികൾ കാട്ടുപന്നികൾ കുത്തിമറിച്ചു. കൊട്ടിലിങ്ങൽ കുഞ്ഞുമോൻ, കല്ലിങ്ങലകത്ത് അലവി, ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ നെൽവയലുകളിലാണ് കൂടുതൽ നാശം വരുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നുമായിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. റോഡ് വക്ക് കരമാർഗം വന്നിട്ട് പന്നികളുടെ ശല്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. നട്ട് കുറച്ച് കഴിഞ്ഞ് പിറ്റേന്ന് വന്നാലും അതെടുത്ത് പറിച്ചിട്ടുണ്ടാവും. എല്ലാ കൃഷികളും ഞാനൊക്കെ ഉപേക്ഷിച്ചു. തരിശു ഭൂമികളൊക്കെ എടുക്കുന്നുണ്ട്. ആ കൃഷികളൊക്കെ ഉപേക്ഷിച്ചു. ഇത്രയും പന്നികളുടെ ശല്യം കാരണം പഞ്ചായത്തില് മുഖ്യമന്ത്രിക്ക് എല്ലായിടത്തും പരാതി കൊടുത്തു. ഒന്ന് പിടിച്ച് ഒതുക്കുക. പുലർച്ചെ നടക്കുമ്പോ കാണാം 6-7 കൂട്ടങ്ങളായിട്ട് പാർട്ടി കൂടെ ഇങ്ങനെ കയറി പോകുന്നത്. കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുമ്പോഴും മദ്രസ പോകുമ്പോഴും ഭയന്നിട്ടാ പോകുന്നത്. കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എത്രയും വേഗം പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കർഷക സംഘടനാ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നെല്ലിന് പുറമെ മറ്റു വിളകളും വൻതോതിൽ നശിപ്പിക്കുന്നുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ കുറ്റിയിൽ മുഹമ്മദ് കുട്ടിയുടെ തോട്ടത്തിലെ വാഴകളും ചേമ്പും ചേനയും കപ്പയും വ്യാപകമായി നശിപ്പിച്ചു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ പല ദിവസങ്ങളിലായി 200-ലധികം വാഴത്തൈകൾ പന്നികൾ നശിപ്പിച്ചെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു. അതേസമയം പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് നടപടി വൈകാൻ ഇടയാക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. 20 ഷൂട്ടർമാരുടെ പട്ടിക ഫോറസ്റ്റ് വകുപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പലരും വിദേശത്തായതും മറ്റുള്ളവരുടെ തോക്കിന് അധികാരികൾ ലൈസൻസ് പുതുക്കി നൽകാത്തതുമാണ് പ്രതിസന്ധിക്കിടയാക്കുന്നതെന്നും മീന സാജൻ അറിയിച്ചു. പാടശേഖരങ്ങളിലുള്ള കൃഷിക്കാർ മുഴുവനായി പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പന്നിയെ വെടിവെക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതാണ്. അതിന് പ്രകാരം നമ്മൾ ഫോറസ്റ്റിൽ നിന്നും ഷൂട്ടർമാരുടെ ലിസ്റ്റ് ആവശ്യപ്പെടുകയും അവർ അത് അയച്ചു തരികയും ചെയ്തു. അതിൽ പലരും ഗൾഫിലാണ്, വിദേശത്തും മറ്റു സ്ഥലങ്ങളിലുള്ളവരാണ്. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ അവരുടെ ഒന്നും ലൈസൻസ് പുതുക്കി കിട്ടാത്തൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്തത്. കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് പഞ്ചായത്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു വെടിവെക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. TCV എരുമപ്പെട്ടി.
കുന്നംകുളം മത്സ്യ മാർക്കറ്റിൽ നിന്ന് 30 കിലോയോളം പഴകിയ മത്സ്യം പിടികൂടി. കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും കുന്നംകുളം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പഴകിയ മത്സ്യങ്ങൾ പിടികൂടിയത്. 20 സ്റ്റാളുകളിലും മത്സ്യം എത്തിക്കുന്ന കണ്ടെയ്നർ ലോറികളിലുമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കുന്നംകുളം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ഷീബ, അൻസാരി, ഭക്ഷ്യസുരക്ഷാ വിഭാഗം കുന്നംകുളം സർക്കിൾ ഓഫീസർ ഡോക്ടർ അനു ജോസഫ്, ചേലക്കര ഭക്ഷ്യസുരക്ഷാ ഓഫീസർ PV ആസാദ്, ലാബ് അനലിസ്റ്റ് സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മാള പുത്തൻചിറയിൽ മരപ്പണിശാല കത്തിനശിച്ചു. കാര്യമാത്ര നെടുങ്ങാടക്കുന്ന് പെരുമ്പായി റിഷാദിന്റെ മരപ്പണിശാലയാണ് കത്തിനശിച്ചത്. നാട്ടുകാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. 15 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് മരപ്പണി നടത്തിയിരുന്നത്. മാള പോലീസിൽ പരാതി നൽകി. ചാലക്കുടി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ ഭരണകക്ഷി അംഗത്തിന്റെ രൂക്ഷ വിമർശനം. പൊതുനിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുന്നത് സ്ഥിരം സമിതി അധ്യക്ഷ സൂസമ്മ ആന്റണിയുടെ പിടിപ്പുകേടാണെന്ന് മുൻ ആരോഗ്യ സമിതി അധ്യക്ഷൻ കൂടിയായ KV പോളാണ് ആരോപിച്ചത്. ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കിനെ നിയന്ത്രിക്കാൻ സ്ഥിരം സമിതി അധ്യക്ഷയ്ക്ക് കഴിയുന്നില്ല. ടെൻഡർ ചെയ്ത പ്രവൃത്തികൾ പോലും നടപ്പാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ ചാലക്കുടി നഗരസഭയ്ക്ക് അനുവദിച്ച പകുതിയോളം പദ്ധതികൾ നഷ്ടപ്പെടുമെന്നും KV പോൾ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തെ VJ ജോജിയും ഇത്തരം ആരോപണം ഉന്നയിച്ചു. എന്നാൽ മുൻ ചെയർമാൻ VO പൈലപ്പൻ ഇതിനെതിരെ രംഗത്ത് വന്നു. പൊതുമരാമത്ത് സമിതി അധ്യക്ഷയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നും ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ആർക്കും കഴിയാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൗൺസിലിന്റെ മൊത്തത്തിലുള്ള വീഴ്ചയാണ് ഇതെന്നും പൈലപ്പൻ ചൂണ്ടിക്കാട്ടി. ചെയർമാൻ എബി ജോർജ് അധ്യക്ഷനായിരുന്നു. ചന്ദ്രാപിന്നിയിൽ പച്ചക്കറിക്കട കുത്തിത്തുറന്ന് മോഷണം. ഹൈസ്കൂൾ റോഡിന് സമീപം പ്രവർത്തിക്കുന്ന ബാലപ്പറമ്പിൽ വെജിറ്റബിൾസ് എന്ന കടയിലാണ് കവർച്ച നടന്നത്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപ നഷ്ടപ്പെട്ടു. കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം സ്വദേശി മോഹൻലാലിന്റേതാണ് സ്ഥാപനം. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പുളിഞ്ചോട് സ്വദേശി ഹരിദാസന്റെ മകൻ അരുണിനാണ് മർദ്ദനമേറ്റത്. വീടിന് മുൻപിൽ നിൽക്കുകയായിരുന്ന അരുണിനെ 10ഓളം വരുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ അരുണിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടിയാട്ടുമുക്ക് പൂരത്തിന്റെ തലേദിവസം ഗാനമേള കണ്ട് മടങ്ങുകയായിരുന്ന അരുൺ വരപ്രസാദം കമ്മിറ്റി തമ്പോലം കൊണ്ടുവരുന്ന സമയത്ത് കമ്മിറ്റിയുടെ ആഘോഷം തുടങ്ങുന്ന കരുവാൻമൂലയിൽ വെച്ച് പടക്കം പൊട്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് അരുണുമായി തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ മിഥുൻ, മനീഷ്, ബ്രഹ്മദത്തൻ, അക്ഷയ്, ജിതേന്ദ്രൻ, വിഷ്ണു, വൈഷ്ണവ് തുടങ്ങിയ കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. തൃപ്രയാർ സെന്ററിൽ മുൻ UDF ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ച ഡിവൈഡർ സിഗ്നൽ പദ്ധതിയിലെ പരസ്യനികുതിയിൽ നിന്ന് നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കാൻ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി. 2013 ഒക്ടോബർ 22 മുതൽ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഡിവൈഡർ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത്. BOT അടിസ്ഥാനത്തിൽ കരാർ നൽകിയെന്ന് അന്നത്തെ UDF ഭരണസമിതി പറഞ്ഞെങ്കിലും പ്രസിഡന്റ് പരസ്യ കമ്പനിയുമായി കരാർ ഉണ്ടാക്കുകയും പഞ്ചായത്തിന് പരസ്യനികുതി നൽകാതെ വൈദ്യുതി ചാർജ് പഞ്ചായത്തിൽ നിന്ന് അടപ്പിക്കാൻ ഒത്താശ ചെയ്തു. ഇതിൽ നിന്നുള്ള നികുതി പൂർണ്ണമായും പരസ്യ കമ്പനിക്ക് നൽകി. ഇതിലെ ലാഭവിഹിതം പങ്കിട്ടെടുക്കുകയായിരുന്നുവെന്നും ഭരണസമിതി നേതൃത്വം ആരോപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബൈബിൾ പാരായണത്തിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് നേട്ടം കൈവരിച്ച് നടവരമ്പ് പള്ളി. നടവരമ്പ് സെന്റ് മേരീസ് അസംഷൻ ഇടവകയാണ് ബൈബിൾ പാരായണത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിച്ച ബൈബിൾ പാരായണം രാപ്പകൽ വ്യത്യാസമില്ലാതെ 123 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് നേട്ടം കൈവരിക്കാനായത്. മാർ പോളി കണ്ണൂക്കാടൻ വചനം വായിച്ച് അഖണ്ഡ ബൈബിൾ പാരായണത്തിന് സമാപനം കുറിച്ചു. വികാരി ഫാദർ വർഗീസ് ചാലിശ്ശേരിയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ പ്രതിനിധികളായ ജോസ് മാളിയേക്കൽ, പീറ്റർ പുന്നോലിപ്പറമ്പിൽ എന്നിവർ റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. കൺവീനർ KC ജോയ്, ട്രസ്റ്റി ജോൺസൺ മാളിയേക്കൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് പോൾ ഡേവിസ് എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര മുരിയാംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. അന്തിക്കാട് ബ്രദേഴ്സ് അയ്യപ്പൻ വിളക്ക് സംഘം വിളക്കിന് നേതൃത്വം നൽകി. എഴുന്നള്ളിപ്പിന് ശേഷം അന്നദാനമുണ്ടായിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവർ നേതൃത്വം നൽകി.
കാരമുക്ക് സഹകരണ ബാങ്ക് ഭരണം LDF നിലനിർത്തി 3000-ലേറെ വോട്ടാണ് വിജയിച്ച LDF സ്ഥാനാർത്ഥികൾ നേടിയത്. വർഷങ്ങളായി LDF ആണ് ഭരണം നടത്തുന്നത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ OS ജീന വരണാധികാരിയായിരുന്നു. പഴഞ്ഞി മാർത്തോമ സ്കൂളിന്റെ പേരിൽ അസത്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാലാകാലങ്ങളിൽ സർക്കാരിന്റെ നിയമാവലി അനുസരിച്ചാണ് സ്കൂളിൽ അധ്യാപക നിയമനം നടത്തുന്നത്. ഭിന്നശേഷി സംവരണത്തിന് വിധേയമായിട്ടാണ് നിയമനം നടത്തിയിട്ടുള്ളത്. അപേക്ഷകരിൽ ആരും ഭിന്നശേഷിക്കാർ ഉണ്ടായിരുന്നില്ല. ആരുടെയും അവകാശം നിഷേധിക്കുകയോ അന്യായമായി കോഴ വാങ്ങി നിയമനം നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും വികാരി ഐസക് P. ജോൺസൺ, ട്രസ്റ്റി VK ഡെന്നി, സെക്രട്ടറി സാം മോൺസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുന്നംകുളം ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പൂരം മഹോത്സവം 22, 23, 24 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. 22-ന് വൈകിട്ട് പൂരത്തിന് കൊടിയേറും. പൂരം ദിവസമായ 24-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടാകും. ക്രൈസ്തവ ഐക്യം ആഹ്വാനം ചെയ്ത് മാർത്തോമ നസ്രാണി എക്യുമെനിക്കൽ സംഗമം നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന അപൂർവ കൂട്ടായ്മയിൽ ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് മാർത്തോമാ ശ്ലീഹയുടെ അപ്പസ്തലോയ്ക്ക പൈതൃകത്തിൽ രൂപം കൊണ്ട സീറോ മലബാർ കത്തോലിക്ക സഭ, പൗരസ്ത്യ കൽദായ സുറിയാനി സഭ, മലങ്കര മർത്തോമ സുറിയാനി സഭ, സീറോ മലങ്കര കത്തോലിക്ക സഭ, മലങ്കര യാക്കോബായ സുറിയാനി സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നീ സഭകളുടെ പിതാക്കന്മാർ പങ്കെടുക്കുന്ന മഹാസഭയ്ക്ക് വേദിയൊരുങ്ങിയത്. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മേലധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പൊലീത്ത, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, മലങ്കര യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമിസ് മെത്രാപ്പൊലീത്ത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. സുവിശേഷ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും വർത്തമാനകാലത്ത് വളരെ അനിവാര്യമായ ആവശ്യം കൂടിയാണ് ഏകോപനങ്ങളും കൂടിച്ചേരലുകളും. കൂടുതൽ നന്മയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധ്യമാകണം. ക്രൈസ്തവയുടെ മുദ്രാവാക്യം തന്നെയാണ് ഒത്തുചേരലും ഐക്യപ്പെടലും. സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് സംഗമം ആഹ്വാനം ചെയ്തു. ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. വാദ്യമേളത്തിന്റെയും പട്ടുകുടകളുടെയും അകമ്പടിയോടെയാണ് പിതാക്കന്മാർക്ക് സ്വീകരണം നൽകിയത്. തുടർന്ന് യൂത്ത് കൗൺസിൽ രൂപീകരണം, സെമിനാർ, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവ നടന്നു. സ്വാഗത സംഘം ഭാരവാഹികളായ ഫാദർ എഡ്വിൻ ഐനിക്കൽ, MB ഫ്രാൻസിസ്, ജനറൽ കൺവീനർ KC ഡേവിസ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് മാത്യൂസ് M രാജൻ, ഫൈനാൻസ് കൺവീനർ സിജോ കൊള്ളന്നൂർ, പബ്ലിസിറ്റി കൺവീനർ P ബിജു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച പെൻഷൻ ദിനാചരണം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മേജോ ബ്രൈറ്റ്, അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ, KV രാമകൃഷ്ണൻ, PI സൈമൺ, AR മാലിനി എന്നിവർ സംസാരിച്ചു. മുരിയാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ജീവധാര പദ്ധതിയുടെ 2ാം ഘട്ടമായി സ്ക്രീനിംഗ് ടെസ്റ്റിന് ആനന്ദപുരം 2, 3 വാർഡുകളിൽ തുടക്കമായി. സ്ക്രീനിംഗ് ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ അധ്യക്ഷനായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീവത്സൻ, പഞ്ചായത്ത് അംഗം AS സുനിൽകുമാർ, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ കൊച്ചുറാണി തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നെല്ലുവായ് ശ്രീ ധന്വന്തരി പുരസ്കാരത്തിന് ഡോക്ടർ KG രവീന്ദ്രനെ തെരഞ്ഞെടുത്തു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 21-ന് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രാങ്കണത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ പുരസ്കാരം സമർപ്പിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, ഡോക്ടർ വിഷ്ണു നമ്പൂതിരി, ഡോക്ടർ അരുൺ കൈമൾ എന്നിവർ ചേർന്ന സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്.
അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആനക്കല്ലിൽ 23 മുതൽ 31 വരെ അവണിശ്ശേരി ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 6 മുതൽ 9 വരെ നടക്കുന്ന ഫെസ്റ്റിൽ വിവിധ കലാപരിപാടികൾ നടക്കും. വാർത്താ സമ്മേളനത്തിൽ അവണിശ്ശേരി ഫെസ്റ്റ് കമ്മിറ്റി ജനറൽ കൺവീനർ AR രാജു, പ്രസിഡന്റ് PG വേണു, ജനറൽ സെക്രട്ടറി ശൈലേഷ് കുമാർ, ബാബു എടക്കാട്ടിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി എന്നിവർ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. രാത്രി തെക്കേടത്ത് വടക്കേടത്ത് ക്ഷേത്രങ്ങളിൽ ഒരേ സമയം കൊടിയേറ്റം നടക്കും. കൊടിയേറ്റം മുതൽ എല്ലാ ദിവസവും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ തിരുവാതിരക്കളി വഴിപാടായി അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ രാവിലെ വടക്കേടത്ത് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥക്കുളത്തിലേക്ക് നീരാട്ട് യാത്രയും നീരാട്ടും നടക്കും. ദിവസവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വിവിധ ക്ഷേത്ര കലകളുടെ അവതരണം എന്നിവ ഉണ്ടാകും. 27-ന് തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി ആറാട്ട്, കൊടിക്കൽപ്പറ, തിരുവാതിര സദ്യ എന്നിവ നടക്കും. ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ PV മുരളീധരൻ, PK പത്മകുമാർ, വേണുഗോപാൽ S നായർ, PP മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെങ്ങണിശ്ശേരി നാരായണാശ്രമ തപോവനവും പാർലിക്കാട് ഹിന്ദ് നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 22ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രവേദിയിൽ സ്ഥാപിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ് കൃഷ്ണവിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര ആരംഭിച്ചത്. ക്ഷേത്രം ഊരാളനും ട്രസ്റ്റിയും സ്ഥിരം ബോർഡ് അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ആരതി നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം വൈകിട്ട് പാർലിക്കാട് വെള്ളിത്തിരുത്തി ക്ഷേത്രത്തിൽ രഥയാത്ര എത്തിച്ചേർന്നു. ചേർപ്പ് പല്ലിശ്ശേരിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് വയോധികനെ പരിസരവാസിയായ യുവാവ് ആക്രമിച്ചു. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പുത്തൻവീട്ടിൽ കനകനെയാണ് പരിസരവാസിയായ കണ്ടേശ്വരം സ്വദേശി രാജേഷ് മദ്യലഹരിയിൽ വീട് കയറി ആക്രമിച്ചത്. പരിക്കേറ്റ കനകനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജേഷിനെ ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂരിൽ പെൻഷൻ ദിനം ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് KN രാമൻ അധ്യക്ഷനായിരുന്നു. KSEB കൊടുങ്ങല്ലൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V സ്മിത, MR സുനിൽ ദത്ത്, NM അഷ്റഫ്, M മുരളീധരൻ, KR ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ചേരുംകുഴിയിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. ഓലിക്കൽ ദേവസിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. വീടിന്റെ കോൺക്രീറ്റിന്റെ ഒരു ഭാഗവും ട്രസ് വർക്കും തകർന്നു. സമീപവാസിയായ കുളങ്ങര ജോഷിയുടെ വീട്ടുപറമ്പിലെ തെങ്ങാണ് വീണത്. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കൺവെൻഷൻ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് ഫ്രിജോ വടക്കൂട്ട് അധ്യക്ഷനായിരുന്നു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു ചന്ദ്രൻ, അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. കൊച്ചിൻ പാലത്തിന് സമീപം ഭാരതപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതി നാടിന് സമർപ്പിച്ചു. MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് 52 ലക്ഷം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. BRCയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അമ്മമാർക്കായി 2 മാസത്തെ കയർ പിരി പരിശീലനത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. ന്യൂസ് ഇന്ത്യ കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും കയർ ബോർഡിന്റെയും കയർ വികസന വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പരിശീലനം നൽകുന്നത്. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് കയർ നിർമ്മിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും അസംസ്കൃത വസ്തുക്കളും നൽകും. നിർമ്മിച്ച കയറുകൾ ബോർഡ് വില നൽകി വാങ്ങിക്കും. ചാവക്കാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവെ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് അധ്യക്ഷയായിരുന്നു. ന്യൂസ് ഇന്ത്യ കയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രവി പനക്കൽ പദ്ധതി വിശദീകരണം നടത്തി.
ബാനർ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ ഡോക്ടർ കുഞ്ഞാമൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കൺവീനർ കെ സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സുജ ആന്റണി അധ്യക്ഷയായി. കെ മയൂരനാഥൻ, പി ധർമ്മരാജ്, CR ഉണ്ണികൃഷ്ണൻ, GS സുരേഷ്, നന്ദഗോപൻ വെള്ളത്താടി, പി ധർമ്മജൻ എന്നിവർ സംസാരിച്ചു. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അത്യപൂർവമായ ദധ്യന്നം നിവേദ്യത്തിന് തുടക്കമായി. ധനുമാസം 1 മുതൽ 30 ദിവസമാണ് നിവേദ്യം. സൂര്യോദയത്തിന് മുൻപായിട്ടാണ് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ഭഗവാന് ദധ്യന്നം നിവേദിക്കുന്നത്. മാള പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ 12 വർഷം ജോലി ചെയ്ത സെക്രട്ടറിയെ പിരിച്ചുവിടാനുള്ള ഭരണസമിതി നീക്കത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച് യൂണിയൻ. ക്ഷീരവികസന വകുപ്പിന്റെ അനുമതിയോടെ സംഘം ഭരണസമിതിയും പൊതുയോഗവും അംഗീകരിച്ച് ഓഡിറ്റ് പൂർത്തിയാക്കിയ ശേഷമാണ് ഭരണസമിതി ആരോപണമുന്നയിച്ച് സെക്രട്ടറി KS സന്ധ്യയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. സെക്രട്ടറിയുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡയറി കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച സംഘത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രസിഡന്റ് MR സോമൻ, സെക്രട്ടറി ജോയ് കുറ്റിപ്പുഴ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AS ശശീന്ദ്രൻ എന്നിവർ അറിയിച്ചു. മൊബൈൽ ഫോൺ വഴി ആവശ്യപ്പെട്ടാൽ ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചുകൊടുത്ത് വിൽപ്പന നടത്തിവരുന്ന മധ്യവയസ്കനെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് ആനക്കല്ല് സ്വദേശി കിളിയൻ പറമ്പ് ഷാജി എന്ന രവീന്ദ്രനെയാണ് പ്രിവന്റീവ് ഓഫീസർമാരായ ശിവശങ്കരൻ, സിദ്ധാർത്ഥൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുൻമന്ത്രി KP വിശ്വനാഥന്റെ നിര്യാണത്തിൽ പുതുക്കാട് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. TN പ്രതാപൻ MP, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, UDF ചെയർമാൻ MP വിൻസെന്റ്, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുധൻ കാറയിൽ, അലക്സ് ചുക്കിരി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചാബിൽ നടന്ന അഖിലേന്ത്യാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ രാപ്പാൾ സ്വദേശി വേദയെ BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് വീട്ടിലെത്തി അനുമോദിച്ചു. അഖിലേന്ത്യാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9 മുതൽ 12 വയസ്സുവരെയുള്ള കേഡറ്റ്സ് മിക്സഡ് വിഭാഗത്തിൽ സ്വർണവും കേഡറ്റ് ഗേൾസ് വിഭാഗത്തിൽ വെങ്കലവും നേടിയ കേരള ടീമിലെ അംഗമാണ് വേദ. വാർഡ് മെമ്പർമാരായ KK പ്രകാശൻ, സുഭാഷ് രാപ്പാൾ, നേതാക്കളായ വടുതല നാരായണൻ, ബൈജു ചെല്ലിക്കര, നൈജീബ് എന്നിവരും സന്നിഹിതരായിരുന്നു. രാപ്പാൾ ശ്രീകൃഷ്ണ വിഹാറിൽ രാജീവ് നിത്യ ദമ്പതികളുടെ മകളാണ് വേദ. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. കശുവണ്ടി വ്യവസായത്തിന്റെ നാട്ടിൽ കശുവണ്ടിപ്പരിപ്പ് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ രൂപം തീർത്ത് ഡാവിഞ്ചി സുരേഷ്. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടാണ് 28 ചതുരശ്രയടി വിസ്തീർണത്തിൽ കലാസൃഷ്ടി ഒരുക്കിയത്. 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കശുവണ്ടിപ്പരിപ്പാണ് ഉപയോഗിച്ചത്. കൊല്ലം ബീച്ചിൽ നിർമ്മിച്ച പ്രത്യേക പ്ലാറ്റ്ഫോമിലാണ് കലാസൃഷ്ടി ഒരുക്കിയത്. 7 മണിക്കൂറോളം എടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത്. ഡാവിഞ്ചി സുരേഷിന്റെ 94ാമത് മീഡിയമാണ് കശുവണ്ടി ചിത്രം. സിംബാദ്, ഇന്ദ്രജിത്ത് ഡാവിഞ്ചി, സന്ദീപ്, ഫെബി താടി, ഹാരിസ് കൊല്ലം എന്നിവർ സഹായികളായി. M മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടമംഗലം സ്വദേശി ഷംസ് എളയടത്ത് രചിച്ച മദീന നിലാവ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. മഹൽ ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് അക്സനി പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ ഷിനോജ് K ഷംസുദ്ദീൻ, എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിന് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട്, വാർഡ് മെമ്പർ PH ബാബു, KH മസൂദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രകീർത്തനം നടത്തിക്കൊണ്ട് പറയുന്നതായി കാണാം. ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറു. വലിയ അംഗീകാരം.
മുതുവറയിൽ നിർത്തിയിട്ട കാറിന് പുറകിൽ കാറിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് നിർത്തിയിട്ട കാറിൽ ഇടിച്ചത്. ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വെട്ടുക്കാട് ചിറ്റക്കുന്ന് പീച്ചി ഇറിഗേഷൻ കനാലിന് സമീപം പുള്ളിമാനെ ചത്ത നിലയിൽ കണ്ടെത്തി. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിലാണ് പുള്ളിമാൻ ചത്തതെന്ന് വനവകുപ്പ് അധികൃതർ അറിയിച്ചു. മണ്ഡമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിയിൽ ഭീതി പരത്തി വീണ്ടും കാട്ടാനക്കൂട്ടം. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മാന്നമംഗലം മയിൽക്കുറ്റിമുക്കിൽ കിണറ്റിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. പള്ളത്തുകുഴി വീട്ടിൽ ആദവാണ് മരിച്ചത്. അപകടം മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്ത്. കടങ്ങോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കഴിഞ്ഞ 1 മാസത്തിനിടെ 200ഓളം വാഴത്തൈകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. ആദൂരിൽ കതിരിടാറായ നെൽച്ചെടികൾ കുത്തി നശിപ്പിച്ച് കാട്ടുപന്നി. കുന്നംകുളം മത്സ്യ മാർക്കറ്റിൽ നിന്നും പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭാ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടിയത്. വാളപ്പുത്തൻചിറയിൽ മരപ്പണിശാല കത്തിനശിച്ചു. കാര്യമാത്ര നെടുങ്ങാണക്കുന്ന സ്വദേശി റിഷാദിന്റെ മരപ്പണിശാലയാണ് കത്തിനശിച്ചത്. 15 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.